സത്യത്തിൽ ഈ പടം കണ്ട ബാലാമണി പറയും, എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് വേണ്ട, ഇനി ഞാൻ തെളിയിക്കില്ല. ഗുരുവായൂർ അമ്പലനടയിൽ മുദ്ദുഗവു, അന്താക്ഷരി, ജയ 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 ഹേ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഇത് ശരിക്കും പ്രതിശ്രുത അളിയന്മാരായ വിനുവിന്റെയും ആനന്ദന്റെയും കഥയാണ്. എന്ന് വെച്ചാൽ വിനുവിന്റെ കല്യാണം നടക്കാൻ പോവുകയാണ്. പക്ഷെ വിനുവിന് വധുവിനേക്കാൾ പ്രിയപ്പെട്ടവനാണ് വധുവിന്റെ ബ്രദറായ ആനന്ദൻ. ഇതിനിടയിലേക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നതും പിന്നെ എന്ത് ഉണ്ടായി എന്നുള്ളതുമാണ് ഗുരുവായൂർ അമ്പലനടയിൽ സംഭവിക്കുന്നത്. ആദ്യം തന്നെ പറയാം, പൊട്ടിച്ചിരിച്ച് കുടുംബത്തിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ കാണാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് ക്ലീൻ എന്റർടൈനർ, ഒരു പക്ക ഫെസ്റ്റിവൽ മൂഡ് നൽകുന്ന പടം. നല്ല രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാൻ. സോ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. പടം മൊത്തത്തിൽ കുറച്ച് ഓവറാണ് അല്ലെങ്കിൽ ലൗഡ് ആണ് എന്ന് തന്നെ പറയാം. പക്ഷെ അത് ഭയങ്കര രസമാണ് കേട്ടോ. ഒരു ആക്ഷേപഹാസ്യ ചിത്രമെന്നോ അല്ലെങ്കിൽ സ്പൂഫ് മൂവി എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പോസിറ്റീവ്സ് പറഞ്ഞാൽ ഈ ആക്ഷേപഹാസ്യവും ആനുകാലിക സംഭവങ്ങൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കുറെ കാര്യങ്ങൾ, അതങ്ങനെ സിറ്റുവേഷനലി ഉണ്ടാക്കിയ കുറച്ച് കോമഡികളുണ്ട്. അതെല്ലാം തന്നെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞിരാമായണം, അതുപോലെ പേരില്ലൂർ പ്രീമിയർ ലീഗ് ഒക്കെ എഴുതിയ ദീപു പ്രദീപിന്റെ എഴുത്ത് തന്നെയാണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഒപ്പം ജയ 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 ഹേ പോലെയുള്ള ഒരു ഹിറ്റ് ചിത്രം ഒരുക്കിയ വിപിൻ ദാസിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് സിനിമ നൽകുന്നുമുണ്ട്. പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള അന്യായ കെമിസ്ട്രി പടത്തിന്റെ വലിയ പോസിറ്റീവാണ് കേട്ടോ. സത്യത്തിൽ ആലോചിച്ചാൽ ഒരു ചർച്ചയില്ലാത്ത ഒരു കോംബോ ആയിട്ട് വേണമെങ്കിൽ തോന്നും. പക്ഷെ അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആനന്ദനും വിനുവും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സീനൊക്കെ ഭയങ്കര പൊളിയായിരുന്നു. അപ്പോഴത്തെ ഒരു പാട്ടൊക്കെ എടുത്തു പറയണം. അത് മാത്രം കാണാൻ വേണ്ടി വേണമെങ്കിൽ ഈ പടം ഒന്നുകൂടെ ഞാൻ കാണും. ഈ ബേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ആൾക്കാർക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് തോന്നും. പൃഥ്വിരാജ് എന്നാൽ ഒരു സ്റ്റാർ ആയും തോന്നും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ ഇത് രണ്ടും കൂടെയുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, അത് ബ്ലെൻഡ് ആയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അത് സിനിമയുടെ പോസിറ്റീവ് തന്നെയാണ്. ബേസിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് നെക്സ്റ്റ് ഡോർ ബോയ് ആയിട്ടുള്ള പുള്ളിയുടെ ആ ഒരു ഇമേജിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന വിധത്തിലാണ് ബേസിൽ വിനുവിനെ ചെയ്തു വെച്ചിട്ടുള്ളത്. പൃഥ്വിരാജിന് പൊതുവെ കുറച്ച് ലൗഡായിട്ടുള്ള ആക്ടിംഗ് ആണ് അദ്ദേഹത്തിനുള്ളതെന്ന് എല്ലാവരും വിമർശിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിങ്ങിന് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ ആനന്ദൻ. അത് പുള്ളി ഗംഭീരമാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ മാസ് പരിവേഷമുള്ള ചില രംഗങ്ങളൊക്കെ ഗംഭീര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. ഈ രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് മാത്രമല്ല, ഈ കഥയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിഖില വിമലും അനശ്വര രാജനും രണ്ട് നായികമാർക്കും ഒരുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. കാര്യം അങ്ങനെ ഭയങ്കര നായിക പ്രാധാന്യമുള്ള സിനിമയൊന്നുമല്ല, പക്ഷെ ഉള്ളത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ നായകന്റെ ഭാഗം കേൾക്കുന്നതിനൊപ്പം തന്നെ നായികയുടെ ഭാഗവും അവസാനം അവതരിപ്പിച്ചത് മനോഹരമായി. അഞ്ജലിയായിട്ട് അനശ്വരയെ ഏറ്റവും ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചപ്പോൾ പെർഫോമൻസ് വൈസ് ഒരു പോയിന്റ് ഞാൻ കൂടുതൽ പാർവതിയായിട്ട് വന്ന് നിഖിലയ്ക്ക് കൊടുക്കും. രണ്ടുപേരും നൈസായിരുന്നു. സാഫ് ബോയിയും സിജു സണ്ണിയും കോട്ടയം രമേശും ഇർഷാദും ബൈജു സന്തോഷും അതുപോലെ ജയ 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 ഹേലെ ആ രണ്ട് അമ്മമാരും ഇവർക്കൊപ്പം എവർഗ്രീൻ ജോഡിയായിട്ടുള്ള ജഗദീഷും രേഖയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ചെറുതാണെങ്കിലും ശരവണൻ എന്ന റോളിലൂടെ യോഗി ബാബു മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം രസകരമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടത്തിന്റെ കാസ്റ്റിംഗ് തന്നെ, ഈ ജഗദീഷ്, ബൈജു, രേഖ, ഈ ഓൾഡ് വെറ്ററൻ ആക്ടേഴ്സിനൊപ്പം ന്യൂജൻ ആക്ടേഴ്സും അതോടൊപ്പം ന്യൂജൻ ക്യാരക്ടർ ആക്ടേഴ്സും പിന്നെ മലയാളം തമിഴ് താരങ്ങൾ എല്ലാം കൂടെ ഒരു അവിയൽ പോലെ മിക്സ് ആക്കി ഒരു കല്യാണ സദ്യ പോലെ പടം വിഭവ സമൃദ്ധമാക്കിയിട്ടുണ്ട്. മ്യൂസിക് അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പടത്തിലെ ഒറിജിനൽ സോങ്സിനൊപ്പം തന്നെ പഴയ തമിഴ് മലയാളം പാട്ടുകൾ ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിച്ചതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അജു വർഗീസിന്റെ കൃഷ്ണ സോങ് ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. വാട്ട് എ ട്രാജഡി, ഹോമൈ പാർത്ഥസാരഥി എന്നുള്ള ആ ഒരു വരികളൊക്കെ കേട്ട് തന്നെ ചിരിച്ചുപോയി. അങ്കിത് മേനോനാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. നീരജ് രവിയുടെ ക്യാമറയും ജോൺ കുട്ടിയുടെ എഡിറ്റിംഗും കൊള്ളാം. ഇനി നെഗറ്റീവ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കല്യാണവും കൺഫ്യൂഷനും അതിനെ തുടർന്നുള്ള പുലിവാലും അങ്ങനെ പണ്ടുണ്ടായിരുന്ന ഒരു കോമഡി ഫിലിംസ് ഈ ഒരു ജോണിൽ കുറെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥിരം ചേരുവയാണ് ഈ പടത്തിലും ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഒരുക്കിയ രീതിയാണ് ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. ആ മേക്കിങ്ങിന് ഒരു ഫ്രഷ്നെസ് തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടം സകലതിനെ മൂക്കി വിട്ടിട്ടുണ്ട്. പൃഥ്വിയുടെ തന്നെ ഫസ്റ്റ് പടത്തിനെ മുതൽ ചാർലി, വെളുത്തിട്ട് പാറണം, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഊക്കലായിരുന്നു. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഊക്കൽ കിട്ടിയവർ പോലും ഈ പടം കണ്ടാൽ ചിരിച്ചു പോകും എന്നുള്ളതാണ്. ക്ലൈമാക്സിലെ ആ ഒരു ഒറ്റ കാര്യം, ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് ഞാൻ ഇതിന് കൊടുക്കാൻ ഇരുന്ന റേറ്റിംഗിനേക്കാൾ ഒരു 0.5 കൂടുതൽ കൊടുക്കും. സോ ഞാൻ ഇതിന് 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. സോ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഒരു ഗുരുവായൂർ ഉത്സവമേളം കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. പടം കണ്ടിട്ട് ബാലാമണി കരയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗുരുവായൂരപ്പം പോലും പടം കണ്ടാൽ ചിരിച്ചു പോകുന്നുള്ളതാണ് സത്യം.